ഒരു സമയത്ത് നമ്മുടെ ചരിത്രം ഇന്ത്യയുടെ എല്ലാ ദുഃഖങ്ങളുടെയും കാരണം ബ്രാഹ്മണ്യത്തിൻ്റെ മേലെ അടിച്ചേൽപ്പിച്ചു. അതെ, ബ്രാഹ്മണ്യം ഒതുങ്ങിക്കൂടി വേറെ വേഷങ്ങളുമായി അവ പിന്തിരിഞ്ഞു. ഇപ്പോൾ അവ മുഴുവൻ ഏൽപ്പിക്കുന്ന ആധ്യാത്മികതയ്ക്ക് മേലാകാം. പക്ഷേ അതിൻ്റെ ഇടയിലൂടെ ഓടി രക്ഷപ്പെടുന്ന തെറ്റ് ചെയ്തവർ നാളെ അത് തുടരുമ്പോൾ ആരെ ഏൽപ്പിക്കും? ഒരു വല്ലാത്ത ചോദ്യമാണ് സ്വാമിജി. ഇതിനാളെ കണ്ടുപിടിക്കണ്ടേ? ഇത് ആരുടെയും തലയെ ചാർത്തി കൊടുക്കാൻ. നിങ്ങൾ ഓടിച്ചു പോയ വണ്ടി ഒരിടത്തിടിച്ചാൽ ഒരു നിമിഷം കൊണ്ട് വേറൊരുത്തനെ പിടിച്ച് വണ്ടിയിൽ കയറ്റിയിരുത്തി നിങ്ങൾ ഇടിച്ചതല്ല എന്ന് പറഞ്ഞ് കേസ് അവൻ്റെ തലയിൽ ഏൽപ്പിച്ച് 10,000-50,000 രൂപ കൊടുത്ത് നിങ്ങളുടെ മുഖം രക്ഷിക്കാം. നിയമത്തെ മറികടക്കുന്നതെല്ലാം അങ്ങനെയാണിന്ന്. എനിക്ക് ധനമുണ്ടെങ്കിൽ ഞാൻ ചെയ്തൊരു കൊലപാതകം എൻ്റെ വേലക്കാരനെ പ്രലോഭിപ്പിച്ച് അവൻ്റെ കുട്ടിയുടെ കല്യാണം വീട് എന്ന് പറഞ്ഞ് അവനെ ഏൽപ്പിച്ച് എനിക്ക് രക്ഷപ്പെടാം. ഇതിൻ്റെ ചരിത്രങ്ങളാണ് സിനിമകളിലൂടെ നാം കണ്ടത് മുഴുവൻ. ഞാൻ ഒരിടത്തും സംഭാവന വാങ്ങിക്കുകയോ ഞാൻ ഇൻകം ടാക്സ് എക്സംഷൻ എൻ്റെ ഒരു പ്രസ്ഥാനത്തിന് നേടിയെടുക്കുകയോ ചെയ്താൽ 80% ധനം ചാരിറ്റബിൾ പർപ്പസിന് ഉപയോഗിക്കണം. 20% ചാരിറ്റബിൾ പർപ്പസിന് ഉപയോഗിച്ച് 60% എടുത്തു മാറ്റി കണക്കെഴുതിയാലും അത് സമ്മതമാവും. ശരിയാണ് സ്വാമിജി. 60% കള്ളപ്പണമായി എൻ്റെയും എൻ്റെ കൂട്ടരുടെയും കയ്യിൽ വരും. അത് എന്നിലുണ്ടാക്കുന്ന സ്വഭാവ വിശേഷങ്ങൾ വളരെ മോശമായിരിക്കും. തീർച്ചയായും. ഒരു രാജ്യത്തിൽ എന്തിന് ഇത്രയധികം നിയമങ്ങൾ? നന്മ കാക്ഷിക്കുന്നുവെങ്കിൽ ഒറ്റ നിയമം പോരെ? ഇത്ര ശതമാനം ടാക്സ് എല്ലാവരും കൊടുക്കണം, എന്തു പ്രവർത്തിച്ചാലും. ശരിയാണ് സ്വാമിജി. നടപ്പാക്കാൻ പറ്റുമോന്നും നോക്കി. പ്രയാസമാണ് സ്വാമിജി. കുരുക്കുകളെല്ലാം വരുന്നത് നിയമം സുതാര്യമല്ലാത്തത് കൊണ്ടാണ്. ഓരോ താല്പര്യങ്ങൾക്കു വേണ്ടി ഓരോ വകുപ്പുകളും ഉപവകുപ്പുകളും നവീകരിക്കുകയും അവയിൽ മാറ്റം വരുത്തുകയും ഭേദഗതി വരുത്തിയ നിയമങ്ങൾ പാസാക്കി വിടുകയും ഓരോരുത്തരെയും രക്ഷിക്കുവാനും സംരക്ഷിക്കുവാനും വേണ്ടി പൊതുവായ ഭരണഘടനയുടെ അന്തസത്ത കളയുമാറ് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്ത് ഇവിടം വരെ എത്തിക്കഴിഞ്ഞിട്ട് ഇതിൻ്റെയൊക്കെ കുറ്റങ്ങൾ കുറച്ച് മാധ്യമങ്ങളും കുറേ സാമൂഹിക വിദഗ്ധന്മാരും കൂടിയിരുന്ന് ഏതെങ്കിലും മതത്തിൻ്റെയോ ഏതെങ്കിലും ജാതിയുടെയോ ഏതെങ്കിലും വ്യക്തിയുടെയോ ഏതെങ്കിലും തെറ്റിൻ്റെയോ തലയിൽ ചാരി രക്ഷപ്പെടാൻ ഒരുങ്ങുന്നതിന് പകരം സത്യസന്ധമായൊരു പുനരീക്ഷണം നടത്തി രാഷ്ട്രത്തിൻ്റെ ദിശാബോധം എങ്ങോട്ടാണെന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു. ഇത് നാളെ ഞാൻ തെറ്റ് ചെയ്താലും പരിഹാരമുണ്ടാകണമെങ്കിൽ ഇതായിരിക്കണം വഴി. അനധികൃതമായി വരുന്ന പണം, വിദ്യാഭ്യാസം, വൈദ്യശാസ്ത്രം ഒക്കെ ഒരിക്കലും കച്ചവടമാകാത്തൊരു രാജ്യത്തിൽ അതെല്ലാം കച്ചവടമായി വികസിച്ച് വളർന്ന് പടർന്ന് പന്തലിച്ചു വരികയും അതിലൂടെ ധാരാളം പണം എത്തിച്ചേരുമ്പോൾ പണം നമ്മുടെ സ്വഭാവത്തെ മാറ്റുമെന്നുള്ളത് തീർച്ചയാണ്. പറഞ്ഞു. തൃഷ്ണ നമ്മളെ മാറ്റുമെന്നുള്ളത് തീർച്ചയാണ്. ആ പണക്കൊഴുപ്പ് ഞാനും നിങ്ങളും പുറത്തു കാണിക്കാൻ തുടങ്ങുകയും അതിനെ ചോദ്യം ചെയ്താൽ ചോദ്യം ചെയ്യുന്നവൻ്റെ ജീവൻ അപകടത്തിലാകുമെന്ന് തോന്നിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഏതായാലും അധ്വാനിച്ച പണം കൊണ്ട് ഒരുവനും തെറ്റായ വഴികളിൽ പോവില്ല. അധ്വാനിച്ചാൽ കിട്ടാവുന്നതിന് പരിമിതിയുമുണ്ട്. അതുകൊണ്ട് ഈ സ്വഭാവ സവിശേഷതകളൊക്കെ വളരുന്നത് അധ്വാനിക്കാത്ത ഒരു പണവും കണക്കില്ലാത്ത ഒരു പണവുമായി ഇതിൻ്റെ പിന്നിൽ. മുതലാളിത്തത്തിൻ്റെയും സോഷ്യലിസത്തിൽ അവതീർണമായി വന്നൊരു മുതലാളിത്തത്തിൻ്റെയും വിഷുപ്പിൽ നിന്നാണ് ഇതത്രയും ഉണ്ടാകുന്നതെന്ന് സൂക്ഷ്മദൃക്കുകൾക്ക് ബോധ്യമാകേണ്ടതാണ്. ഭാവാത്മക മുതലാളിത്തവും രൂപാത്മക മുതലാളിത്തവും കൈകോർക്കുമ്പോൾ ജനജീവിതത്തിൽ തെറ്റുകളല്ലാതെ ശരികൾ ഉണ്ടാകാൻ പ്രയാസമാണ്. ഒരു സമയത്ത് നമ്മുടെ ചരിത്രം ഇന്ത്യയുടെ എല്ലാ ദുഃഖങ്ങളുടെയും കാരണം ബ്രാഹ്മണ്യത്തിൻ്റെ മേലെ അടിച്ചേൽപ്പിച്ചു. ബ്രാഹ്മണ്യം ഒതുങ്ങിക്കൂടി വേറെ വേഷങ്ങളുമായി അവ പിന്തിരിഞ്ഞു. ഇപ്പോൾ അവ മുഴുവൻ ഏൽപ്പിക്കുന്ന ആധ്യാത്മികതയ്ക്ക് മേലാകാം. പക്ഷേ അതിൻ്റെ ഇടയിലൂടെ ഓടി രക്ഷപ്പെടുന്ന തെറ്റ് ചെയ്തവർ നാളെ അത് തുടരുമ്പോൾ ആരെ ഏൽപ്പിക്കും?
ഒരു വല്ലാത്ത ചോദ്യമാണ് സ്വാമിജി. ഇതിനാളെ കണ്ടുപിടിക്കണ്ടേ? ഇത് ആരുടെയും തലയെ ചാർത്തി കൊടുക്കാൻ. നിങ്ങൾ ഓടിച്ചു പോയ വണ്ടി ഒരിടത്തിടിച്ചാൽ ഒരു നിമിഷം കൊണ്ട് വേറൊരുത്തനെ പിടിച്ച് വണ്ടിയിൽ കയറ്റിയിരുത്തി നിങ്ങൾ ഇടിച്ചതല്ല എന്ന് പറഞ്ഞ് കേസ് അവൻ്റെ തലയിൽ ഏൽപ്പിച്ച് 10,000-50,000 രൂപ കൊടുത്ത് നിങ്ങളുടെ മുഖം രക്ഷിക്കാം. നിയമത്തെ മറികടക്കുന്നതെല്ലാം അങ്ങനെയാണിന്ന്. ശരിയാണ്. ശരിയാണ്. എനിക്ക് ധനമുണ്ടെങ്കിൽ ഞാൻ ചെയ്തൊരു കൊലപാതകം എൻ്റെ വേലക്കാരനെ പ്രലോഭിപ്പിച്ച് അവൻ്റെ കുട്ടിയുടെ കല്യാണം, വീട് എന്ന് പറഞ്ഞ് അവനെ ഏൽപ്പിച്ച് എനിക്ക് രക്ഷപ്പെടാം. ഇതിൻ്റെ ചരിത്രങ്ങളാണ് സിനിമകളിലൂടെ നാം കണ്ടത് മുഴുവൻ. അതെ, ശരിയല്ല? ശരിയാണ് സ്വാമിജി. സിനിമകളിൽ കാണുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. ഇന്ന് ചരിത്രത്തിൽ കേൾക്കുന്നതും അതുതന്നെയാണ്. ശരിയല്ല? ശരിയാണ് സ്വാമിജി. അപ്പോൾ ഇതിൻ്റെ ഒരു തുടർച്ച രൂപാന്തരപ്പെട്ടു വരുമ്പോൾ കുറ്റങ്ങൾ ആരുടെയെങ്കിലും തലയിൽ ചാർത്തി മാത്രം രക്ഷപ്പെടുന്നതിന് പകരം യഥാർത്ഥ കുറ്റവാളിയെ സൂര്യപ്രകാശത്തിന് മുമ്പിൽ എത്തിക്കുവാൻ, അത് പലപ്പോഴും മാനസിക രോഗമായിരിക്കും. മാനസിക രോഗങ്ങൾ ഉന്നതന്മാരുടെ കുടുംബങ്ങളിലും ഉന്നത സ്ഥലങ്ങളിലും ഉണ്ടായിക്കൂടാ എന്നൊരു തീരുമാനം നമ്മൾ ബേസിക്കായിട്ട് എടുത്തിട്ടുണ്ട്. അതാണ് ഈ രാജ്യത്തിൻ്റെ ശാപം. അവരുടെ കളിപ്പന്ത് മാത്രമാണ് രാഷ്ട്രവും രാഷ്ട്രത്തിലെ ജനതയും. സമ്പന്നരും അധികാരവുമുള്ളവരുടെ മാനസിക രോഗികളായവരുടെ കളിപ്പാട്ടമായി. അതിൽ പ്രത്യേകിച്ച് സമ്പത്തിൻ്റെ അതിഭാവുകത്വത്തിൽ വളരുന്ന കുട്ടികൾ പലപ്പോഴും കടുത്ത മാനസിക രോഗികളായിട്ടാണ് വരുന്നത്. അവരെ ഒരു രാഷ്ട്രത്തിൻ്റെ തലപ്പത്തെത്തിക്കുവാൻ, അവരെ ഉന്നതമായൊരു ജോലിയിൽ ഏൽപ്പിക്കുവാൻ ഒക്കെ കിടന്ന് ശ്രമിക്കുകയാണ് മതങ്ങളും ജാതികളും വർഗങ്ങളും വർണ്ണങ്ങളും ഉന്നതരും എല്ലാം.